ഹലോ, ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 2 എൻഗേജ്മെൻറ്റ് ട്രോളീസാണ്. ഒരു സ്മോൾ സൈസിലും ഒരു മീഡിയം സൈസിലുള്ള ട്രോളീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു എൻഗേജ്മെൻറ്റിന് കൊടുക്കുന്ന ഫ്ലവർ ബക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഇത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറയുമ്പോൾ ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. സോ അത് കണ്ടിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 2 ട്രോളീസിലായിട്ട് സെറ്റ് ചെയ്യുന്ന ചോക്ലേറ്റ്സ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അടിപൊളി ചോക്ലേറ്റ്സും എടുത്തിട്ടുണ്ട്. ഒക്കെ ഗുഡ് ക്വാളിറ്റി ചോക്ലേറ്റ്സ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഓവർവ്യൂ. ഇത്രയും ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 3 പെയർസ് ഓഫ് ഡ്രസ്സസ് ആണ്. ഒരു വയലറ്റ്, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന 3 വെറൈറ്റി ടൈപ്പ് ഡ്രസ്സസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ഹീൽസ്, പിന്നെ ഒരു പെർഫ്യൂം, പിന്നെ ഒരു ഹാൻഡ് ബാഗ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ട്രോളിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. സോ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ഈ ഒരു കളറാണ് നമ്മൾ ട്രോളി എടുത്തിട്ടുള്ളത്. ഇതൊരു ബേജ് കളറാണ്. സ്മോൾ ആൻഡ് മീഡിയം സൈസിലാണ് നമ്മൾ ട്രോളീസ് എടുത്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ നമ്മൾ സ്മോൾ സൈസിലുള്ള ട്രോളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സിബുള്ള പോർഷനിലാണ് നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മിക്സ്ഡ് ഓഫ് കാഷ്യൂനട്ടാണ്. ഇതിൽ എരിവുള്ളതും എരിവില്ലാത്തതും അങ്ങനത്തെ എല്ലാത്തിനും മിക്സാണുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ പിസ്തൻ്റെ ഒരു പാക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 റാഫെല്ലോൻ്റെ ബോക്സസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്നിക്കേഴ്സിൻ്റെയും ഒരു ഗാലക്സിൻ്റെയും ബോക്സസാണ് ആഡ് ചെയ്യുന്നത്. സോ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് കിസസിൻ്റെ ഒരു 2 ബോക്സസാണ്. അതിനുശേഷം ഫെറാറോൻ്റെ മൊമെൻറ്റ്സിൻ്റെ ഒരു ബോക്സ്. സോ ആ ഒരു സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിബ്ബർ സ്പേസിൽ നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ടും ഡയറി മിൽക്കിൻ്റെ തന്നെ റോസ്റ്റഡ് ആൽമൻഡുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 2 പീസ് വെച്ച് 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സിബ്ബറിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് നമ്മൾ സ്മോൾ ട്രോളിയുടെ ഒരു ഫൈനൽ ലുക്ക്, ഇൻസൈഡ് ലുക്ക് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയൊരു ട്രോളിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളുടെ വലിയ ട്രോളിൻ്റെ ഉള്ളിൽ ഒന്ന് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡിൽ നമ്മൾ ഇതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒരു 4 റോസ് ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളത്തെ ലുക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് ഒന്നും അങ്ങോട്ട് നീങ്ങിയൊന്നും പോകില്ല. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് ലുക്ക് എന്തായാലും ഇപ്പോൾ നീറ്റായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവാം. സോ ഇതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു കോട്ടിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം തന്നെ ഫെറാറോയുടെ ഒരു ബോക്സ്, ഫെറാറോയുടെ 2 ബോക്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നീറ്റായിട്ട് നിന്നോളും. എന്നിട്ട് അതിൻ്റെ ബോട്ടമിലായിട്ട് നമ്മൾ ഒരു 10 ടോബിൾ റോണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് 1 by 1 ഇങ്ങനെ മെല്ലെ മെല്ലെ വെച്ച് കൊടുത്ത് ഓക്കെ ആണെങ്കിൽ നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് സൈഡിലും നമ്മളൊരു 5 ടോബിൾ റോൺ ആഡ് ചെയ്തിട്ടുണ്ട്. 5 ഈച്ചാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ട്വിക്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് ഒരു 8 to 10 ട്വിക്സോളം നമ്മൾ ഇതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ലെയർ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് ആഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബോക്സ് ഫില്ലായി. പിന്നെ നമ്മൾ ട്രോളിൻ്റെ ഉള്ളിലും ഈ ഒരു സൈസ് മതി. സോ ഇത്ര വലുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കി വന്ന ട്വിക്സൊക്കെ നമ്മൾ ട്രോളിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ 2 കാർഡ്ബോർഡ് പീസസ് കൊടുത്തിട്ടുണ്ട്. അതിന്മേലും ഈ സെയിം പോലെ തന്നെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നമ്മളൊരു സിബ്ബർ സ്പേസിലാണ് ഈ ഒരു ചോക്ലേറ്റ്
വെച്ച് കൊടുക്കുന്നത്. ഇതിന് നമ്മൾ ബിയോണാണ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു സിബർ സ്പേസിൽ. അപ്പം ഡബിൾ സൈഡ് ടാപ്പിൻ്റെ മുകളിലത്തെ കോട്ടിങ്ങൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരോ ചോക്ലേറ്റ്സ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഒരു ബോർഡും 5 ബിയോണോസാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് 4ഉം പിന്നെ മുകളിലായിട്ട് 1ഉം. ഈ ഒരു രീതിയിൽ നമ്മൾ 10 പീസസ് ആണ് ടോട്ടൽ ബിയോണോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മീഡിയം സൈസ് ട്രോളി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സിബ്ബറിൻ്റെ സ്പേസിലാണ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സിബ്ബർ സ്പേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് അല്ലാതെ ബാക്കി തിങ്സൊക്കെ ഉണ്ടല്ലോ, ഡ്രസ്സ്, ബാഗ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ബാഗ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ പെർഫ്യൂമും അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ ഒരു ഹീൽസും വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പെയർസ് ഓഫ് ഡ്രസ്സസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് 3 ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ്. ഒന്ന് അനാർക്കലിയാണ്, ഒന്നൊരു കോട്ട് മോഡലാണ്, പിന്നെ ഒന്ന് ഒരു ചുരിദാർ വന്ന്. ഇങ്ങനെയാണത് വന്നിട്ടുള്ളത്. സോ 3 ഡിഫറെൻറ്റ് കളേഴ്സും 3 പാറ്റേണും 3 വർക്കുമാണ് വരുന്നത്. സോ ആ ഒരു സ്പേസ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരികയാണ്. ഇവിടുത്തെ ആ ഒരു ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു 4 ഫ്ലേവേഴ്സിൽ പ്രിങ്കിൾസ് എടുത്തിട്ടുണ്ട്. റെഡ്, വൈറ്റ്, പിങ്ക്, ഗ്രീൻ, ഈ ഒരു 3 ഫ്ലേവേഴ്സിലാണ് നമ്മൾ പ്രിങ്കിൾസ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളുടെ ബോക്സിനുള്ളിലോട്ട് കിറ്റ്കാറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 20 അങ്ങനെ എന്തൊരു റേഞ്ചിലാണ് കിറ്റ്കാറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മാസ് ആഡ് ചെയ്യുന്നുണ്ട്. മാസും ഒരു 10 to 50 അങ്ങനെ എന്തോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടിക്സ് നമ്മളൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡുമേൽ വെച്ചിട്ട് ബാക്കിയുള്ള ടിക്സ് മൊത്തം ഈ ബോക്സിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബോക്സസ് ഓഫ് ബൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോക്സ്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു കാർഡ് ബോർഡുമേ വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചെടുക്കുന്നത്. അത് വെച്ചെടുക്കുമ്പോൾ നമ്മൾ നീറ്റായിട്ടും നമ്മളെ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സൊന്നും ഉണ്ടാവില്ല. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം വെരി എലഗൻ്റ് ആയിക്കാരം കാണാൻ. അതിനുശേഷം ആ ഒരു സിബർ സ്പേസിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബിയോണോണ്ട് ആ സംഭവം വെച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ബോക്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ഡ്രസ്സും ബാഗും കാര്യങ്ങളും, ഇപ്പുറത്തെ സൈഡ് മൊത്തം ചോക്ലേറ്റ്സും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സെക്കൻഡ് ബോക്സിൻ്റെ പണികളും കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബോക്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. സോ ഈ ട്രോളിൻ്റെ ഡെക്കറേഷൻ പാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എല്ലാതും കൂടി വെച്ചാൽ നമ്മളുടെ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാവുന്നത്. സോ അടുത്ത വീഡിയോ നിങ്ങൾ നോക്കിയിരിക്കൂ. സോ നമ്മൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത വീഡിയോ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഡു സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എൻക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലോട്ടോ ഇൻസ്റ്റാഗ്രാമിലോട്ടോ മെസ്സേജ് ചെയ്യൂ. ഓക്കെ ബൈ, താങ്ക് യു. വെയിറ്റ് ഫോർ പാർട്ട് 2.